ലൊക്കേഷൻ കോഴിക്കോട് വെള്ളിമാട് കുന്ന്. വെള്ളിമാട് കുന്നല്ലേ? ആദ്യം പ്രശ്നം എടുത്തു. ഓക്കെ, കോഴിക്കോടാട്ടോ. കോഴിക്കോട് ഉമ്മർക്ക എൻ്റെ കൂടെ ഉണ്ട്. ഉമ്മർക്ക ഇവിടെ വർക്ക് എടുത്തിരുന്നു അല്ലേ? ഞങ്ങൾ റോയൽ ബ്രൗൺ കാറ്റഗറിയിൽപ്പെട്ട ഒരു മാർബിൾ വിരിച്ച വീട്ടിലാട്ടോ. അപ്പോൾ നാളെ കുടിയിരിക്കലാണല്ലേ? നാളെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ പെട്ടെന്ന് ധൃതി പിടിച്ച് വന്നിട്ട് ഞങ്ങൾക്ക് ആ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടേ ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. റഹീംക്ക് എങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്? ഞാൻ യൂട്യൂബ് വഴി കണ്ടു തന്നെയാണ്. ഓക്കെ, റഹീംക്ക് നാട്ടിലാണോ അതോ പുറത്താണ്? ഞാൻ പുറത്തായിരുന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് ഇവിടെ നാട്ടിൽ തന്നെ സെറ്റിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം 1 വർഷത്തോളമായില്ലേ? ഒരു വർഷത്തോളമായില്ലേ ഇത് പർച്ചേസ് ചെയ്തിട്ട്? അതെ. റോയൽ ബ്രൗൺ കാറ്റഗറിയിൽ അത്യാവശ്യം വലിയ സ്ലാബായിരുന്നു അല്ലേ ഉമ്മർക്ക? വലിയ സ്ലാബായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ വീഡിയോസൊക്കെ ഉണ്ട്? വീഡിയോസ് കണ്ട്, ഞാൻ കണ്ട്, വൈഫ് കണ്ട്. അങ്ങനെയാണ് ഈ ടോസ്കാന എന്നുള്ള പേര്. ഓക്കെ, അങ്ങനെ അന്വേഷിച്ച് മലപ്പുറം എത്തി. നിങ്ങൾ നേരിട്ട് വന്നിരുന്നു അല്ലേ? ഞാൻ നേരിട്ട് വന്നു. ഞാനും വൈഫും മക്കളും 2 കുട്ടികളുണ്ട്. 2 പേരും കൂടി ഒന്നിച്ച് വന്നിട്ടാണ് സാധനം എടുത്തത്, സെലക്ട് ചെയ്തത്. നിങ്ങൾ ഉദ്ദേശിച്ച മെറ്റീരിയലിനായിരുന്നോ ഈ ഒരു ടൈപ്പിൽ? അത് വൈഫിന് എന്താ പറഞ്ഞാൽ മുമ്പ് ആദ്യത്തെ വീട്ടിൽ കറുത്ത ഗ്രാനൈറ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ എപ്പോൾ ഭയങ്കരമായി ക്ലിയർ ആക്കിയാലേ അത് ക്ലിയർ ആവുള്ളൂ. ചെറിയ പൊടി പൊടി അറിയാത്ത രീതിയിലുള്ള മാർബിൾ വേണമെന്നുള്ള അങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്തത്. കുറച്ച് പാറ്റേണും കാര്യങ്ങളൊക്കെ ഉള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ വേണമെന്നല്ലേ? ഓക്കെ, അന്ന് നിങ്ങളൊന്ന് സെലക്ട് ചെയ്തു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചേക്കാൾ നല്ല ഒരു ഇതാണ് കിട്ടിയത്. ഭംഗിയിൽ വന്നിട്ടുണ്ട്. നമ്മളൊരു കുറച്ചുകൂടി ഡാർക്ക് ഉദ്ദേശിക്കുന്ന നല്ല ക്ലിയർ ആയിട്ടുള്ളതാണ് കിട്ടിയത്. ഓക്കെ, സന്തോഷമുണ്ട്. ഓക്കെ.
അപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് വിരിച്ചു. ഉമ്മർക്കായിരുന്നു വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു നമ്മൾ മാർബിൾ എടുത്തിരുന്നത്? താഴെ 1300 സംതിങ്, 1350 റേഞ്ച്, 1350 സ്ക്വയർ ഫീറ്റ് റേഞ്ച്. ആ ഓക്കെ. 2 നില വീടാട്ടോ. 2 നില വീട്ടിൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് മാർബിൾ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ ടൈൽസ് ആണ് 4x2 ടൈൽസ് ആണ് ചെയ്തിട്ടുള്ളത്. വർക്ക് എങ്ങനെ എന്തൊക്കെയായിരുന്നു ചെയ്തത് നമ്മൾ? വർക്ക് നമ്മൾ പിന്നെ കോമൺ ഏരിയയിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് ഒക്കെ മോൾഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ സ്റ്റെയർ കേസ് അതേമാതിരി ഫ്രണ്ടിലെ സ്റ്റെപ്പ് ഡബിൾ സൂപ്പർ ആയിരുന്നു. ഓക്കെ. പിന്നെ നമ്മൾ കിച്ചൺ റാക്ക് അതേമാതിരി ഡബിൾ മോൾഡിംഗ് അങ്ങനെ ചെയ്തു. കിച്ചൺ റാക്കിൽ ഗ്രാനൈറ്റ് ആണെന്ന് അല്ലേ? ഗ്രാനൈറ്റ് ആണ്. കോണി സ്റ്റെയർ കേസ് ശരിക്കും റേസറും ഒക്കെ മാറുള്ള നല്ല രസമുണ്ട് അല്ലേ? ഞാൻ ആ വീഡിയോയിൽ ഭംഗിയായിട്ടുണ്ട്. അതെ. പിന്നെ ചോദിക്കാനുള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു സർവീസും വർക്കും കാര്യങ്ങളൊക്കെ? സൂപ്പറായിരുന്നു. ഒരുപാട് നല്ല ക്യാരക്ടർ ആണ്. നിങ്ങൾ അല്ല ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ സമയത്ത് തീർത്തത് നിങ്ങൾ ഉദ്ദേശിച്ചില്ല വർക്ക്? ഞാൻ എന്റെ കാരണം കൊണ്ട് കുറച്ച് ലേറ്റ് ആക്കിയതാ. അതല്ലാതെ ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടും ഇല്ല, ഞാൻ കാരണമാണ് ലേറ്റ് ആയത്. ഞാൻ എപ്പോൾ വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യും. ഞാൻ പറയും കുറച്ച് ഇന്ന പ്രശ്നത്തെ വേറെ വഴിക്കാണ് നീങ്ങുന്നത്, അതുകൊണ്ട് എനിക്ക് ഒഴിവില്ല, നിന്ന് കൊടുക്കണം. ഇവിടെ തന്നെ ഞാൻ ഇല്ലാത്ത സമയത്ത് പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് വന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചായയൊക്കെ അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് റിസ്കോ കാര്യങ്ങളൊന്നും വന്നില്ല? ബുദ്ധിമുട്ടോ കാര്യങ്ങളില്ല? ഈ മാർബിൾ വർക്ക് വരെ ഏൽപ്പിച്ചുകൊണ്ട് കുടുങ്ങിപ്പോയി അങ്ങനെയുള്ള? ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷോപ്പിലേക്ക് രാവിലെ 9 മണിക്ക് പോകും, രാത്രിയാണ് വരിക. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ചാവി ഉണ്ടാവും, തുറന്ന് എല്ലാ പണി തീർത്ത് ഓരോ ദിവസം വിളിച്ചു പറയും. പൈസന്റെ കാര്യത്തിൽ പോലും അങ്ങനെ ഒരു ഡിമാൻഡ് ആക്കിയ ടൈറ്റ് ആക്കി ഒന്നും ചെയ്തില്ല. ചില ആൾക്കാരുണ്ട് പണി എടുക്കുമ്പോഴേക്ക് ആദ്യം തന്നെ പൈസ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട്. ഓക്കെ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വന്നില്ല? വളരെ സന്തോഷം. ഓക്കെ. വർക്കെല്ലാം നമ്മളിങ്ങനെ ഫിനിഷിംഗ് വർക്ക് എപ്പോഴാണ് ചെയ്ത്? ഫിനിഷിംഗ് വർക്ക് നമ്മൾ പിന്നെ ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞാറ് കുറച്ച് ഈ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ശരിക്കും അതിന് ശേഷം വന്നല്ലേ? ഹാളും തമ്മിലുള്ള ഇതുണ്ടല്ലോ സെപ്പറേഷൻ കാര്യങ്ങളൊക്കെ പിന്നീട് വന്ന വർക്കുകൾ. പിന്നീട് വർക്ക് വന്നൊക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇന്റീരിയർ വർക്കും കഴിഞ്ഞിട്ടാണ് അപ്പോൾ അല്ലേ ഇരിക്കുന്നത്? ഏകദേശം ഒരു മാസത്തോളം ഉണ്ടാവും അല്ലേ? ഒരു മാസം അല്ല, ഒരു 2 മാസം കഴിഞ്ഞു. 2 മാസത്തോളമായിട്ടുണ്ടാവും. ഓക്കെ. വർക്കിന് എത്ര മൊത്തം എക്സ്പെൻസ് വന്നത്? എനിക്ക് 85,000 85,000 റേഞ്ചിൽ അല്ലേ? നമ്മൾ ഏകദേശം ഗ്രാനൈറ്റിന്റെ മാർബിളിന്റെ വർക്ക് അല്ലേ? മൊത്തം വർക്ക് മാർബിളിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ള്. ഓക്കെ. 2 റൂം, വലിയ ഡൈനിങ് ഹാള്. അതിൽ നിങ്ങൾ ഹാപ്പി ആണോ? വർക്ക് ചാർജിനകത്തൊക്കെ? വർക്ക് ചാർജ് പറഞ്ഞാൽ ഞാൻ ഇവിടെ കോഴിക്കോട് അന്വേഷിച്ചപ്പോൾ എന്നോട് 55 പറഞ്ഞത്.
സ്ക്വയർ ഫീറ്റ്. അതിനേക്കാൾ ഒരു 20 രൂപ കുറച്ചിട്ടാണ് ഒരു ഓക്കെ ഓക്കെ. ഞാൻ അവിടെ നിങ്ങളുടെ അടുത്ത് നിന്ന് സാധനം എടുത്തുകൊണ്ടാണോ തോന്നുന്നത് അറിയില്ല. അല്ല, നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഇവരെ വർക്കേഴ്സ് കമ്പനി വർക്കേഴ്സാണ്. അവര് അവിടുത്തെ കമ്പനി പ്രൊഡക്റ്റിന് മാത്രമേ വർക്ക് എടുക്കുന്നുള്ളൂ. അവിടെ നിന്നിട്ട് വർക്ക് സ്റ്റേ ചെയ്ത് വർക്ക് ചെയ്തു. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അതെ അതെ. പല ആളുകൾക്കും കൺഫ്യൂഷൻ ഇതാണ്. എന്ന് വെച്ചാൽ ചില ആൾക്കാരൊക്കെ പറയാതെ മാർബിൾ വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ ചിലവാകും മാർബിൾ പണി കഴിയുമ്പോഴേക്ക്. അങ്ങനെ പല ആൾക്കാരും സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പൊതുവെ വർക്കേഴ്സിനും കൂടി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പ്രശ്നം തീർക്കാൻ. പിന്നെ അഭിപ്രായത്തിൽ എനിക്ക് 2 ലക്ഷത്തിന്റെ ചോടെ മൊത്തം വന്നിട്ടുള്ളൂ. മൊത്തം മാർബിൾ വാങ്ങാനും വർക്ക് എടുക്കാനും മൊത്തത്തിലുള്ള ചെലവ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഓവറോൾ ഹാപ്പിയാണ്, ഫാമിലിയൊക്കെ ഹാപ്പി അല്ലേ? സന്തോഷം, എല്ലാവരും ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയൊക്കെ ഞങ്ങൾ വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഫുൾ വീഡിയോ കാണണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഡിസൈൻസും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി വീഡിയോയിൽ കാണാം. ഓക്കെ.